ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വളരെ താമസിച്ചാണ് ജയ്സാൽമീറിൽ നിന്നും ജോധ്പൂരിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രിയിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാവിലെ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റിനും കാണാൻ സാധിക്കുന്ന നല്ല അടിപൊളി കാഴ്ചകളാണുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ മെഹ്റാൻഗർ ഫോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയൊന്നും പിടിച്ചിട്ടല്ല, ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതുവഴി നടന്നു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വളരെ കുത്തനെയുള്ള പടികളാണ് കാണുന്നത്. ഇതുപോലെ 2 ഫോറിനേഴ്സും ഞങ്ങളെപ്പോലെ കയറാൻ വയ്യാതെ പാടുപെട്ട് ഇവിടെ നിൽക്കുന്നതുണ്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ വളരെയധികം കഷ്ടപ്പെട്ട് ഞങ്ങൾ മുകളിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നമ്മൾ മെഹ്റാൻഗർ ഫോർട്ടിലേക്ക് എത്തും. അപ്പോൾ ഫോർട്ടിൻ്റെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നടന്ന് ഇനി ഫോർട്ടിലേക്ക് എത്തണം. റോഡ് വഴിയാണ് നടന്ന് ആ ഫോർട്ടിലേക്ക് എത്തുവാനുള്ള വഴി. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഓട്ടോക്കാരൊക്കെ നമ്മളടുത്ത് അങ്ങോട്ട് കൊണ്ടാക്കണമെന്നൊക്കെ ചോദിക്കും. ആകപ്പാടെ 100-200 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനവർ ചാർജ് ചെയ്യുന്നത് 1000-500 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതേ കണക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വളരെ സുഖമായിട്ട് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ പാർട്ട്ണർ ഇത് കണക്ക് നല്ല നടന്ന് ശീലമുള്ള ആളായതുകൊണ്ട് തന്നെ ഒട്ടും ക്ഷീണിക്കാതെ അവിടെ കുത്തിയിരിക്കുകയാണ്. അല്പം നേരത്തെ വിശ്രമത്തിന് ശേഷം ക്ഷീണമൊക്കെ നകറ്റി ഞങ്ങൾ കോട്ട കാണാൻ വേണ്ടി ഉള്ളിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയുടെ മുന്നിലുള്ള ഒരു ഛത്രയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കോട്ടയ്ക്കുള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ കോട്ടയുടെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളകത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം ദീപാവലി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വിദേശികളോടൊപ്പം സ്വദേശികളും ഒരുപാട് ഇവിടേക്ക് എത്തുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കോട്ടകളെ അപേക്ഷിച്ച് തന്നെ ഒരുപാട് യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കോട്ടയാണ് ജോധ്പൂർ കോട്ട എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പേ കണ്ട ഛത്രി എന്ന് പറയുന്നത് ഈ കോട്ടയ്ക്ക് വേണ്ടി വീരചരമം പ്രാപിച്ച കിരാസിംഗ് സൗധ എന്ന് പറയുന്ന ഒരു വീരനായകൻ്റെ ഛത്രിയാണ്. ജയ്പൂർ രാജവംശവുമായി സ്ഥിരമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്നു ജോധ്പൂരിലെ റാത്തോറുകൾ. അങ്ങനെ ജയ്പൂർ ആർമിയുടെ പീരങ്കി ഉണ്ടകൾ പതിച്ച പാടുകളാണ് കാണുന്നത്. ഇങ്ങനെ ഈ കോട്ടയെ ആശ്രയിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്കിതിനുള്ളിൽ കാണുവാൻ സാധിക്കും. മെഹ്റാൻഗർ കോട്ടയുടെ 1ാം നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നീല ചായം വാരി വിതറിയ പോലുള്ള നഗര കാഴ്ചകൾ കാണാൻ പറ്റും. ഇതിനെ ബ്ലൂ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നഗരത്തിൻ്റെ പുരാതന ഭാഗങ്ങളാണ് ബ്ലൂ സിറ്റി ഏരിയയായി ഇന്ന് തുടർന്നു പോരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഈ ബ്ലൂ സിറ്റി ഏരിയയ്ക്കുള്ളിലാണ്. മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള സാൻഡ്സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിൽ നിന്നും കുത്തനെ ഒരു കയറ്റം കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായി ഇവിടെ ഒരു ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്ക് 250 രൂപ വീതം എക്സ്ട്രാ കൊടുത്താലേ നമുക്കതിൽ സഞ്ചരിക്കാൻ കഴിയും. തന്നെയുമല്ല, നമുക്ക് അകത്തളത്തിലെ കാഴ്ചകളൊന്നും തന്നെ കാണാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിഫ്റ്റ് ഉപയോഗിക്കാതെ നടന്നാണ് മുകളിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 1ാം നില പിന്നിട്ട് ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് എത്തി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ തന്നെ ഈ മഞ്ഞ സാൻഡ്സ്റ്റോണുകൾക്ക് ഒരു സ്വർണ്ണമയം കൈവരുന്നുണ്ട്. ഈ നിലയുടെ ഒരു ഭാഗത്ത് തന്നെ ഒരു മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലെ കാഴ്ചകളൊന്നും തന്നെ പകർത്തി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പടവുകൾ കയറി വേണം നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് എത്താൻ. അങ്ങനെ നമ്മൾ പടവുകളെല്ലാം കയറി മുകളിലേക്ക് എത്തി. ഇവിടെ അതിവിശാലമായൊരു കോർട്ട്യാർഡും പ്ലാന്റ്സും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
എങ്ങനെയാണ് ഈ കോട്ടയ്ക്ക് മുകളിൽ ഇത്തരം മരങ്ങളൊക്കെ നട്ട് വളർത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ നിലയിൽ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. നല്ല വിശാലമായ കോട്ടയാടും നല്ല പച്ചപ്പും ഒക്കെ നമുക്കിവിടെ കാണാം. വിശ്രമിക്കാനും വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണിത്. ഞങ്ങൾ അല്പം നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചു. അതിനുശേഷം നമ്മൾ മുകളിലത്തെ പീരങ്കികൾ അടുക്കി വെച്ചിരിക്കുന്ന ഭാഗത്തേക്കെത്തി. സ്ഥിര യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രാജവംശമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് പീരങ്കികൾ അടുക്കി വെച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. കോട്ടയുടെ പ്രതാപകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ജലസംഭരണിയാണ് നമ്മളവിടെ കാണുന്നത്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമായി കാടുകൾ മൂടപ്പെട്ട് കിടക്കുകയാണ്. ട്രഡീഷണൽ രാജസ്ഥാനി ഫോക്ക് സോങ് ആയ പധാരോ മാരേ ദേശാണ് ഈ കലാകാരന്മാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം എന്നാണ് ഈ ഗാനത്തിൻ്റെ അർത്ഥം. അങ്ങനെ മെഹ്റാൻഗർ ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരികെ മടങ്ങുകയാണ്. ഇനി കുറച്ച് ദൂരം സഞ്ചരിച്ച് വേണം നമുക്ക് താഴേക്ക് എത്താൻ. ഇനി ഇവിടെ നിന്നും ഇറങ്ങി ഞങ്ങൾ ജസ്വന്താടയിലേക്കാണ് പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകളാണ് കാണുവാനുള്ളത്. ആ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.